ഹലോ. എന്താടാ ഇതിപ്പോ തീരെ നനച്ചിരിക്കാതെ? മമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പിണങ്ങിയിരിക്കല്ലയോ? ഓ പിണക്കം. നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ പിണങ്ങാൻ റെഡി ആയിട്ട് മുഖവും വീർപ്പിച്ചു കെട്ടിയിരുന്ന് കളഞ്ഞാലോ? പോടാ. സോഫിയയുടെ മമ്മിയായിട്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കും. പിന്നെ എന്റെ മമ്മയാണ്. പ്രീതമാവിക്ക് ഞങ്ങളെ ആരെയും കണ്ടൂടാ. ഹേയ്, അങ്ങനൊന്നുമില്ല. അതൊരു ജനറൽ മൂഡെന്നല്ലാതെ സോഫിയോട് പ്രത്യേകിച്ച് മമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. എന്തോ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞു മാറ്റിയെടുത്തോളാം. ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോകും. പൊക്കിക്കൊണ്ടുപോവോ? ആ. എങ്ങനെ? ഒരു പാതിരേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ഹോൺ അടിക്കും. ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം. വന്നില്ലേ ഒരു ഹോൺ അടിക്കും. അതിനും വന്നില്ലേ? അതിനും വന്നില്ലേ നേരെ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചങ്ങ് കയറും. എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്കെ വെച്ചങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, ആ ടാങ്കർ ലോറിയാ. അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. സത്യത്തിൽ ഇക്കാര്യം പറഞ്ഞുറപ്പിക്കാൻ വേണ്ടിട്ടാ ഇത്തവണ ഞാൻ ഈ ട്രിപ്പ് വെച്ച തന്നെ. എല്ലാം അറിഞ്ഞുകൊണ്ട് വേറൊരാൾ വരികയില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പുള്ളി ഇപ്പോ മറ്റേ കെട്ട് നടത്തിക്കാൻ ധൃതി കൂട്ടുന്നത്. അത് വേണമെന്നില്ല. വക്കച്ചന്റെ പ്രപ്പോസലിനേക്കാൾ ബെറ്റർ പ്രപ്പോസലാണ് എന്റേതെന്ന് മമ്മിക്ക് തോന്നലുണ്ടെങ്കിൽ അക്കാര്യം അങ്ങ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മതി. സോഫിയെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. മോന്റെ വീട്ടുകാര് മമ്മയുടെ കാര്യമല്ലേ, അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. ഇത്രയും നാള് ഞാൻ വിചാരിച്ചത് എന്റെ മോൾക്ക് ഒരിക്കലും ഭാഗ്യമുണ്ടാവില്ലെന്നായിരുന്നു. ഇന്ന് വരെ മോൻ എന്നോട് ഇക്കാര്യം പറയുന്നവരെ. അവരേതോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അങ്ങേര് റെയിൽവേ ജോലി ചെയ്യുന്നു. ഇത്ര നമ്മൾ നോക്കിയാൽ മതി. അയാള് വെള്ളമായിരിക്കും, അതിന് നമുക്കെന്താ? അതിനൊന്നുമില്ലേ? ഇല്ല, ഞാൻ കിട്ടുന്ന അങ്ങേരല്ല അവരെയല്ല, ആ പെണ്ണെ. എന്റെ കൂടെ ഏത് കാട്ടിലോ മലയിലോ എവിടെ വേണേ വരാൻ അവള് തയ്യാറുവാ. പിന്നെ ഇനി എന്താ നോക്കണ്ടേ? നാണമാവുന്നില്ലേ നിനക്ക് ഇങ്ങനെ ഒരു അയൽവക്കം നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയാൻ? നിന്റെ ഡാഡിക്ക് ചുറ്റുപാടിലുണ്ടായിരുന്ന റെസ്പെക്ട് എന്ന് ഓർത്തിരുന്നേ നീ ഇങ്ങനെയൊക്കെ ആലോചിക്കുമോ? അയൽവക്കം അവരെപ്പോ വേണേലും അങ്ങ് ട്രാൻസ്ഫർ ആയി പോവില്ലേ? വേണേ റെയിൽവേ മിനിസ്ട്രിയിൽ ചെറിയൊരു കൊളുത്തു കൊളുത്തി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലോക്കാരനെ വല്ല നാഗർകോവിലോ മീനാക്ഷി എടുത്തോ ഒക്കെ അടിച്ചു കാണിച്ചു തരാം. ചുമ്മാ ഇരി സോളമ. ബന്ധമായാൽ പിന്നെ അത് ബന്ധം തന്നെയാ. ആവട്ടും അമ്മ. എനിക്കിപ്പോ 3 ലക്ഷമോ 4 ലക്ഷമോ ശ്രീധനം കിട്ടിയിട്ട് ഒന്നും ആവാനില്ല. ഉണ്ടോ? മമ്മയ്ക്കോ അത് കിട്ടിയിട്ട് ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ല. ഇല്ലല്ലോ. എനിക്കിവിടെ നിന്റെ 1 ലക്ഷവും വേണ്ട. ഇനി എന്തിനാ അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോകാനോ? ആകെയുള്ള ഒരു മോൻ. ഇത് വല്ലോ നടന്ന് എന്റെ വീട്ടുകാരുടെ നിന്റെ ചാച്ചന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ. മമ്മ, നല്ലതാന്ന് എനിക്കൂടെ തോന്നിയിരുന്നേ അതിലേതെങ്കിലും ഒരെണ്ണം അങ്ങ് നടന്നേനല്ലോ. എനിക്കിതാ നല്ലതായിട്ട് തോന്നുന്നു. സത്യമായിട്ടും മമ്മ ഇത് നടത്തി ചേർണം. ഇത് നടന്നില്ലേ മമ്മയ്ക്ക് മോന്റെ വേറൊരു മാരേജ് കാണാൻ പറ്റൂല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഞാൻ പപ്പയ്ക്ക് വാക്ക് കൊടുത്തു പോയതാ. മൂന്ന് മാസത്തിനുള്ളില് ഞാൻ എന്റെ കെട്ടിയോളയും കൊണ്ട് പപ്പയുടെ കുഴിമാടത്തിൽ ചെന്നോളാന്ന്. 3 മാസത്തിനുള്ളിലോ? 1 കൊല്ലമെന്നല്ലോ ഞാൻ പറഞ്ഞത്. അതും അമ്മ പറഞ്ഞത്. പക്ഷെ പപ്പ അത് സമ്മതിച്ചില്ല. 3 മാസത്തിനുള്ളിൽ കൊണ്ടുവന്നോണെന്ന് പറഞ്ഞു. ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തു. ഈ കുട്ടിയെ മനസ്സിൽ കണ്ടോണ്ടാ ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തത്. മമ്മ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലേ ആ ഫാമിലി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നത് വരെ ഞാൻ ഇനി ഇങ്ങോട്ട് വരികയില്ല. വല്ലതും കഴിക്കാം. നേരെ ഒരുപാടായി. ആന്റണി വല്ലതും കഴിച്ചോ? ഇല്ല. അതിന് വിശക്കുന്നെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. എന്താ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. വേണ്ടാത്തവരൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞേരടി.
എന്താ പോവാൻ ഭാവിക്കാണോ? ആ. പോയാ പിന്നെ നീ പറഞ്ഞ പോലെ? അതെ. അങ്ങനാണേ പോവണ്ട. നിന്റെ ഇഷ്ടം എങ്ങനോ അങ്ങനെ തന്നെ നടക്കട്ടെ. മമ്മ നാളെ രാവിലെ എന്റെ കൂടെ അവിടം വരെ ഒന്ന് വന്നാൽ മാത്രം മതി. നീ തന്നെ അങ്ങ് പോയാ മതി. വേണേതാ ശിഷ്യനെയും കൂട്ടിക്കോ. ശിഷ്യന് ഇപ്പൊ തന്നെ നല്ലൊരു കമ്മീഷൻ കിട്ടാനുണ്ട്. അത് കിട്ടിയിട്ട് ഇനി ഓപ്പൺ ആയിട്ട് തൊഴിലും കൊണ്ട് ഇറങ്ങുന്നുള്ളൂ. ദാ, ദാ. മിസ്റ്റർ പോൾ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയാ വൈകുന്നേരമാവും തിരിച്ചെത്താൻ. അപ്പോഴേക്കും മിസ്സസ് പോൾ ജോലിക്ക് പോയി കഴിയും. രണ്ടുപേരും കൂടെ ഉള്ള ഒരു സമയത്ത് വന്ന് വേണമല്ലോ ഇതുമാതിരി ഒരു കാര്യം സംസാരിക്കാൻ. അതാ കാലത്ത് തന്നെ ഇങ്ങ് പോകുന്നത്. ഇവൻ ഒരേ നിർബന്ധം, ഉടനെ തന്നെ നടത്തണമെന്നും പറഞ്ഞ്. അയ്യോ, അതിനെന്താ, അവൾക്കും അതാ ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇനി നീട്ടേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അവക്ക് നല്ലൊരു അലയൻസ് വരുന്ന മറ്റാരെക്കാളും സന്തോഷിക്കേണ്ടത് ഞങ്ങൾ തന്നെയാ. പക്ഷേ വേറൊരു പാർട്ടിയായിട്ട് ഞാൻ വാക്കുറപ്പിച്ചു പോയി. ആ ചെറുക്കന്റെ വീട്ടുകാർ ഈ ഞായറാഴ്ച വരിക. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാള്. അത് അവരങ്ങ് ആറന്മുളന്ന് വരുന്നവരാ. ഞാൻ പറഞ്ഞിട്ടാ വരുന്നതും. തുകയെപ്പറ്റി വരെ ഞങ്ങൾ തമ്മിൽ ധാരണയിൽ എത്തിയിട്ടാ അവരുടെ വരവ്. ഇതിലിപ്പോ തുകയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇല്ലായിരിക്കാം, പക്ഷെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും വരുന്നില്ലല്ലോ. വേറൊരു അലയൻസ് ഉറച്ച സ്ഥിതിക്ക് കുറച്ചൊന്നും പറയാറായിട്ടില്ല. അവൾക്ക് ആ ബന്ധം ഇഷ്ടമല്ല. അവൾ അതിനോട്ട് സമ്മതിക്കുകയില്ല. അവൾക്ക് ഇത് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഇതാ തൃപ്തി. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ താല്പര്യമാണ് മിസ്റ്റർ പോൾ ഏറ്റവും കാര്യമായി നോക്കേണ്ടത്. അവർക്ക് ഏതാ ഇഷ്ടമെന്ന് നോക്കി നമ്മൾ അത് നടത്തി കൊടുക്കുക. ബാക്കിയെല്ലാം പിന്നെ അവരുടെ വിധി. ആ, എനിക്ക് പോകാൻ സമയമായി. അല്ല, അപ്പോ ഇതേപ്പറ്റി ഒരു തീരുമാനം പറയാതെ? തീരുമാനം നേരെ പറഞ്ഞാല് ഈ കാര്യത്തിൽ ഞാനോ ഇവിടെ ഒരു തീരുമാനം എടുത്തെന്നും പറഞ്ഞ് അതൊരു ഫൈനൽ തീരുമാനമാകുന്നില്ല. പെണ്ണിന്റെ അപ്പന്റെ തീരുമാനം കൊണ്ടൊന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നല്ലേ മര്യാദ. അല്ല, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അറിയാനോ പറയാനോ കൊള്ളുന്ന കാര്യങ്ങളും അല്ലിത്. ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതല്ലേ നല്ലത്. നാളെ ഒരിക്കൽ നിങ്ങൾ കേട്ടറിഞ്ഞു വന്ന് ചോദിച്ചാ ഞാനേ ഉണ്ടാവുള്ളൂ മറുപടി പറയാൻ. അതുകൊണ്ടാ പറയുന്നേ, ആ പെണ്ണിന്റെ അപ്പം കൊച്ചിയിലോ ഗവർണത്തോ എങ്ങാണ്ടുണ്ടെന്നാ ഇവിടെ പറയുന്നേ. അങ്ങനെ ഒരുത്തനുണ്ടെങ്കില് അങ്ങനെ അറിയാതെ അറിയിക്കാതെ ഒക്കെ ചെയ്താൽ മതി. അങ്ങനെ അങ്ങ് ചെയ്താ മതി. കൂടുതൽ ചൊണ അല്ലേ? അതെന്റെ അടുത്ത് വേണ്ട. ബാസ്റ്റാർഡ്. നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാം. എല്ലാം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, എന്നാലും അറിയേണ്ടതല്ലേ. നേരത്തെ അറിയുന്നത് ഒരു കണക്ക് നല്ലതാ. ഒരു സ്ത്രീ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു, അല്ലെ മമ്മയുടെ ഭാഷയെ പറഞ്ഞ ഒരു പാപം ചെയ്തു, ഒരു കുട്ടിയുണ്ടായി. ആ തെറ്റിന്ന് ഒളിക്കാൻ വേണ്ടി അവരൊരു മണ്ടത്തരം ചെയ്തു, വേറൊരു പുരുഷനെ കൂടെ ജീവിതത്തിലേക്ക് വലിച്ചേറ്റി. അതിന് അവര് സഫർ ചെയ്താ പോരെ? ആ കുട്ടിയും കൂടെ എന്തിനാ വെറുതെ? മമ്മ ഈ സിറ്റുവേഷൻ എന്റെ കൂടെ നിൽക്കണം. ആ മനുഷ്യൻ വെറുതെ രക്ഷകർത്താവ് കളിക്കുക. ശരിക്കും അവൻ രക്ഷകർത്താവല്ല. ആ കുട്ടിക്ക് അവൻ നാശത്തിന്റെ ആളാ. അത് മമ്മയ്ക്ക് എന്താ ഇനി മനസ്സിലാകത്ത്? അല്ലെങ്കിൽ ഇന്ന് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുമോ? ഞായറാഴ്ച ആറന്മുളന്ന് വക്കച്ചന്റെ വീട്ടുകാർ വന്നാ ഞാൻ മാക്ക് കൊടുക്കും. പറഞ്ഞ മാതിരി 12,500 രൂപയും എണ്ണി കൊടുക്കും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാ. ബാക്കിയുള്ള വാക്ക് പറഞ്ഞ വാക്കായിരിക്കടി.
അല്ല നിന്നെ പോലൊന്നും അല്ല. ഇവിടെ ആരും വാക്ക് വ്യത്യാസം കാണിച്ചിട്ടില്ല. ഉണ്ടടി, തള്ളേ മോളെ നാട്ടുകാർ കയറി കൈവെക്കൊന്ന് കണ്ടപ്പോ നിനക്കെന്ന് എന്റെ വാക്ക് ദൈവവാക്കായിരുന്നു. ഇന്നിപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ വിലയില്ല. അതല്ലയോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്? ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ. വിളവെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട. വിളവെടുപ്പിന് ഒരു കൂട്ടായിരിക്കട്ടെ. പ്രീതമാവി മമ്മ സമ്മതിക്കും. അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നേ ഉള്ളൂ. മമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളെ മനസ്സിലായെങ്കിൽ എന്റെ മമ്മയ്ക്ക് അവളെ മനസ്സിലാവാതെ വരുമോ? നമ്മുടെ മോന്റെ വഴി നേരെ ആയിരിക്കണേ. അവനൊരബദ്ധവും പറ്റരുതേ. റോസി, സോളമൻ എല്ലാം എന്നോട് പറഞ്ഞു. പെണ്ണുങ്ങളല്ലേ, ജീവിതത്തിൽ പലതും സംഭവിക്കും. കൊച്ചി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജേക്കബ് ജോണിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുമ്പിക്കല്ലയാ, വലിയ തറവാട്ടുകാരാ, വലിയ റൊട്ടേറിയനും ഒക്കെയാ. ഇതൊക്കെ പക്ഷെ ആരെങ്കിലും അറിയുന്നു? എല്ലാം തീരുമാനിച്ചുറച്ചതിന് ശേഷം അങ്ങേര് അറിയുന്നതായിരിക്കും നല്ലത്. അല്ലേല് എന്തെങ്കിലും ഉടക്കുണ്ടാക്കും. പള്ളി വഴിക്കോ? പള്ളി വഴിക്ക് ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. റോസി അവളുടെ എല്ലാ റെക്കോർഡും എടുത്ത് എന്റെ കൂടെ വാ. നമുക്ക് പോയി അച്ഛനെ കാണാം. അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് കഴിയുന്നതും വേഗം ഒരു തീരുമാനമാക്കി തരാൻ പറയാം. ഞാൻ സമ്മതം വാങ്ങിച്ചോളാം. അങ്ങേരറിയരുത്. വേണ്ട, അങ്ങേരിപ്പോ ഡ്യൂട്ടിക്ക് പോവില്ലേ? ആ നേരത്തിനുള്ളിൽ നമുക്ക് പോയിട്ട് വരാം. കഷ്ടിച്ചൊരു 2 hours, അത്ര തന്നെ എടുക്കില്ല. നേരെ വായിച്ചായ ഒന്ന് ഇറങ്ങിച്ചായ. എന്താ ഇത്? കോളേജിൽ പോ. നേരെ വായിച്ചായ. പോട്ടടാ. ഒന്ന് ഇറങ്ങിച്ചായ. അണ്ണാ പോട്ടെന്നെ, ഇറങ്ങ. ഇത് ഞാൻ അറിഞ്ഞില്ല. ചെല്ലേ കാര്യമൊന്നുമില്ല. എന്നാലും ജംഗ്ഷൻ വരെ ചില്ലറ ഷുഗർ കോട്ടിങ്. വൈകുന്നേരം അവിടെ കാണുമല്ലോ. വൈകുന്നേരം തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം. സിനിമയല്ല, അതിനേക്കാൾ നല്ലൊരു സർപ്രൈസ് തരാം. എന്തായിരുന്നു രണ്ടുപേരും കൂടി ഒരു കളി? സോളമിനിച്ചാൻ ആകെ ത്രില്ലഡാ. എന്താ കാര്യമെന്ന് അറിയില്ല. പുള്ളി ഭയങ്കര ഓളത്തിലാ. വൈകുന്നേരം എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എന്താണോ എന്തോ. എന്നോടും കൂടി പറയണേ. എന്നാലും തന്റെ ഡാഡി ഒരു വല്ലാത്ത സാധനം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഞങ്ങളുടെ നാട്ടില് ഇരിക്കുന്നിടം കുഴിക്കുന്നവൻ എന്നൊരു ചൊല്ലുണ്ട്. ഇത് അത് ഡിറ്റോ. ഡാഡി ഒരു പ്രത്യേക ടൈപ്പാ. വല്ലാത്ത വാശിയാ. പിടിച്ചത് നടക്കണം.